പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഒരു ജനതയെ തന്നെ അപമാനിക്കുന്നതാണ്. ഈ ദുഷ്പ്രചരണമാണ് മറ്റത്തൂർ പഞ്ചായത്തിനെതിരെ നടക്കുന്നത്. ദുഷ്പ്രചരണം എന്ന് വെച്ചാൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയോ ഹരിതകർമ്മസേനയോട് മാത്രമല്ല, ഒരു ജനതയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. സാധാരണക്കാരും കർഷകരും അടങ്ങുന്ന ജനവിഭാഗങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അവാർഡ് കൈക്കൂലി മേടിച്ച് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജനതയെ തന്നെ അപമാനിച്ചതിന് തുല്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളും പഞ്ചായത്തും എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അശ്വതി വിപിൻ, ഇതിന്റെ യാഥാർത്ഥ്യം കാണണമെങ്കിൽ ഞാൻ എന്റെ പ്രേക്ഷകരെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ, നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുമോ? തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളും നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകതകളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ അതായത് ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നാട് മുഴുവൻ ഈ പറമ്പുകളും മുഴുവൻ മാലിന്യം കെട്ടിക്കിടക്കാന്നുള്ള യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറാണ്? ഒരേ സ്ഥലത്തിലാണ് അവർ പറയുന്നത്, ആർക്ക് വേണമെങ്കിലും മറ്റത്തൂർ പഞ്ചായത്തിന്റെ എവിടെ മുക്കിലും മൂലയിലും മുക്കിലും മൂലയിലും വന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുന്ന പറമ്പുകൾ ഇവിടെ ഉണ്ടെങ്കിൽ പൊതുജീവിതം അവസാനിക്കാൻ വരെ തയ്യാറാണോ? തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പഞ്ചായത്ത് ഇന്ന് ലോകമറിയുന്ന ഒരു പഞ്ചായത്താണ്. കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ ഒരു പഞ്ചായത്താണ്. സ്വരാജ് ട്രോഫി പൈസ കൊടുത്ത് മേടിച്ചതാണ് എന്ന രീതിയിൽ നീചമായ പ്രചരണങ്ങളുമായി ഒരു കൂട്ടം ആൾക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, വനിതാ വെറ്റിനറി ഡോക്ടർ, വനിതാ സെക്രട്ടറി തുടങ്ങി എല്ലാ സ്ഥാനങ്ങളിലും ഉള്ളത് വനിതകൾ മാത്രമാണ്. വനിതകളെ കൂടെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ കുപ്രചരണം നടന്നിട്ടുള്ളത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? എന്റെ കൂടെ ഉള്ളത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിപിനും ഇവിടുത്തെ ഹരിതകർമ്മ സേനയുടെ അംഗങ്ങളുമാണ്. മറ്റത്തൂർ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി കാശ് കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് മേടിച്ചാണുള്ള ഗുരുതര ആരോപണമാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണിത്. നമ്മുടെ പഞ്ചായത്തിലെ ഓരോ സാധാരണക്കാരായ മനുഷ്യർക്കും കിട്ടിയിട്ടുള്ള അംഗീകാരമാണ് ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി എന്നത്. ഈ നാട്ടിലെ ഓരോ ജനതയും ആഗ്രഹിച്ച അംഗീകാരമാണ്. ആ അംഗീകാരത്തിനെതിരെ ഈ നാട്ടിലെ ഓരോ ജനതയ്ക്കെതിരെയുമാണ് ആ കുപ്രചരണം അഴിച്ചുവിട്ടിട്ടുള്ളത്. ഈ നാട്ടിലെ ഓരോ ജനതയും അഭിമാനത്തോടു കൂടി തങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന നേട്ടത്തെയാണ്. പക്ഷെ അശ്വതി വിപിൻ, ഇതിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് മാലിന്യം കാണിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള ആ മാലിന്യങ്ങൾ നിറഞ്ഞു എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കാലാകാലങ്ങളായി വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ഇവിടെ കൊണ്ടുപോയി തള്ളുന്നു, ഹരിതകർമ്മസേന കൊണ്ടുപോയി തള്ളുന്നു എന്ന രീതിയിലാണ് ആ സോഷ്യൽ മീഡിയ കുപ്രചരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് മാലിന്യം എത്തിയത് എന്നുള്ളതാണ് ജനങ്ങൾ അറിയേണ്ടത്. നമ്മുടെ പഞ്ചായത്തിലെ 19 കിലോമീറ്റർ നീളമുള്ള വലിയ തോട്, അതുകൂടാതെ നമ്മുടെ ബ്രാഞ്ച് കനാലുകൾ, അതുപോലെ നമ്മുടെ പൊതു ഇടങ്ങൾ, ഇവിടെയെല്ലാം വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ നമ്മൾ കൃത്യമായും അവിടെ നിന്ന് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി ഈ വിഷ്വൽസിൽ കാണിച്ച പ്രദേശം അശ്വതി വിപിന് എന്റെ പ്രേക്ഷകർക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? അതെ, ഇതാണ് നമ്മൾ നിൽക്കുന്ന ആ പ്രദേശം. പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള ഭൂമിയാണ്. ഇവിടെയാണ് ഈ മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിക്കുന്നത് എന്ന രീതിയിൽ ആക്ഷേപം വന്നിട്ടുള്ളത്. സ്ഥിരമായിട്ട് നിക്ഷേപിക്കുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വലിയ തോടിൽ നിന്നും 30 ടൺ മാലിന്യമാണ് നമ്മള് വലിയ തോട് ശുചീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത്. ആ മാലിന്യം, അതുപോലെ തന്നെ ബ്രാഞ്ച് കനാൽ വൃത്തിയാക്കിയപ്പോഴുള്ള മാലിന്യങ്ങൾ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത, തരം തിരിക്കാൻ ഹരിതകർമ്മസേനയ്ക്ക് MCF-ൽ കൊണ്ടുപോയി തരം തിരിക്കാൻ പറ്റാത്ത. ഞാൻ ആ പറയുന്നുണ്ട് വലിയ തോട് എന്ന് പറയുന്നത് എന്താണ് ഈ വലിയ തോട് എന്ന് പറഞ്ഞ? നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജീവനാഡിയാണ് വലിയ തോട് എന്ന് പറയുന്നത്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക്, നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെയൊക്കെ ആശ്രയിക്കുന്ന ഒരു തോടാണ് വലിയ തോട്. ഈ വലിയ തോട് ഒരുപാട് വർഷങ്ങളായി വലിയ തോടിന്റെ പല ഭാഗങ്ങളും മാലിന്യങ്ങൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായി വലിയ തോടിന്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സമയത്താണ് നമ്മുടെ ഭരണസമിതി ഇത് വൃത്തിയാക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 30 ടണ്ണിലധികം മാലിന്യം വലിയ തോട് വൃത്തിയാക്കിയതിന്റെ ഭാഗമായി മാത്രം നമുക്ക് ലഭിക്കുകയും അത് ഹരിതകർമ്മസേന പോലെയുള്ള പ്രവർത്തകർക്ക് MCF-ൽ എത്തിച്ച് തരം തിരിക്കാൻ പറ്റാത്ത ചെളിയും മണ്ണും ഒക്കെ കലർന്നിട്ടുള്ള അറപ്പുളവാക്കുന്ന മാലിന്യങ്ങളാണ് അതിൽ നിന്നും ലഭിച്ചത്. അത് നമുക്ക് ക്ലീൻ കേരളയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടാണ് ഈ ഒരു പഞ്ചായത്തിന്റെ അടുത്തുള്ള ഈ വളത്തിലേക്ക് നമ്മൾ എത്തിച്ചത്. മെയ് മാസം തൊട്ട് നമുക്ക് ശക്തമായ മഴയായിരുന്നു. മഴയെ തുടർന്ന് നമുക്ക് വലിയ വണ്ടികൾ ഇവിടേക്ക് ഈ മാലിന്യം കൊണ്ടുപോകുന്നതിൽ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടായിരുന്നു. 20 ടൺ നമുക്ക് കൃത്യമായി അത് കൈമാറാൻ സാധിച്ചു. ബാക്കി വന്ന 10 ടണ്ണാണ്
പ്രേക്ഷകര് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവിടെ ആകെ മാലിന്യമാണ് എന്ന രീതിയിൽ കണ്ടത്. അത് ഒരൊറ്റ വണ്ടിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകുന്ന മാലിന്യമാണ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് വന്ന് വളരെ കൃത്യമായി അതും അവിടെ നിന്ന് അവർക്ക് കൈമാറി നമ്മൾ കൊടുക്കുകയാണ് ഉണ്ടായത്. പഞ്ചായത്തിലാകെ ഇങ്ങോളം ഇങ്ങനെ മാലിന്യ കൂമ്പാരങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണം കൂടെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയും. നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്തിലോട്ട് കടക്കുന്ന അതിർത്തി മുതൽ നമ്മുടെ ഇവിടേക്ക് വന്നാൽ നമ്മുടെ PWD റോഡിന്റെ സൈഡ് വശങ്ങളാണെങ്കിലും ഒരു സ്ഥലത്തും നമുക്ക് അങ്ങനെ മാലിന്യ കൂമ്പാരങ്ങളായിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോഴും വലിച്ചെറിയുന്ന സംവിധാനങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തോടുകളിലേക്ക് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സംവിധാനങ്ങൾ നമ്മൾ കൂടുതൽ ക്യാമറ നിരീക്ഷണത്തിലൂടെ അത് കണ്ടെത്താനും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനും നമ്മൾ കഴിയുന്നുണ്ട്. അല്ലാതെ പഞ്ചായത്ത് മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടിടുകയോ തള്ളുകയോ ചെയ്യുന്ന ഒരു സംവിധാനവും നമ്മുടെ പഞ്ചായത്തില് ഇല്ല എന്നുള്ളത് സ്വരാജ് ട്രോഫി അശ്വതി വിപനന്ദ പ്രസിഡന്റാണ് കിട്ടിയത്. അല്ല, ഈ നാട്ടിലെ ജനതയ്ക്കാണ് കിട്ടിയത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്. സ്വരാജ് ട്രോഫിക്ക് എത്ര രൂപ വരും? ഹരിതകർമ്മസേനയെ കുറിച്ച് ഒരു വാക്ക് പറയും. വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനയാണ് നമുക്കുള്ളത്. ഹരിതകർമ്മ സേനയ്ക്ക് ഈ 50 രൂപ ഒരു വീട്ടിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിലേക്ക് മാത്രമാണ് അത് എത്തിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പകുതിയിലധികം ശതമാനം സേവനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറപ്പുളവാക്കുന്ന ഈ മാലിന്യങ്ങളൊക്കെ നമ്മുടെ തോട്ടിലൂടെ ഒഴുകിയിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കും അത് കൈകൊണ്ട് തൊടേണ്ടി വരില്ലായിരുന്നു. ഇവിടെ ആർക്കും വീഡിയോ എടുക്കാൻ ഇങ്ങനെ മാലിന്യം ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. നമ്മൾ തോടുകളിൽ നിന്നും കൃത്യമായി മാലിന്യം ഇവിടെ ശേഖരിച്ചു കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് അത് വീഡിയോ എടുക്കാൻ ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ ഇത്രയും മോശമായിട്ടുള്ള എത്രയോ മലിനമായിട്ടുള്ള അവസ്ഥയിലാണ് അവര് ജോലി ചെയ്യുന്നത്. നാടിനോടുള്ള വലിയൊരു സേവനം തന്നെയാണ് അവര് കാഴ്ചവെക്കുന്നത്. മറ്റത്തൂരിനെ മാലിന്യമുക്തമാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. വളരെയധികം സങ്കടം തോന്നി. കാരണം ഞങ്ങൾക്ക് പറയുമ്പോൾ എന്റെ തൊണ്ട ഇടുകയാണ്. അത്രയും കഷ്ടപ്പെട്ട് ആ തോടിനെ കുറിച്ച് ഈ കുടിവെള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വളരെയധികം കൃഷി കർഷകരും എല്ലാവരും കൂടി ആശ്രയിക്കുന്ന ഒരു തോടാണ് വലിയ തോട്. ഞങ്ങളത് സ്ത്രീകൾ തന്നെ നടന്ന് കൈകൊണ്ട് നടന്നു പോയിട്ട് പറക്കിട്ട വേസ്റ്റ് ആണ് ഇവിടെ വന്ന് കിടന്നത്. വസ്തുക്കളായിരുന്നു കൈകൊണ്ട് നമുക്ക് തൊടാൻ അറയ്ക്കുന്ന സാധനങ്ങൾ കൈകൊണ്ട് വാരി ഇവിടെ വന്നിട്ട് ഇവിടെ കെടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉണ്ടായ വേസ്റ്റ്. വലിയൊരു ഇതുകൊണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ തുടർച്ചയായ മഴ ആയതുകൊണ്ടാണ് ഇവിടെ കെട്ടിക്കിടുന്നത്. ഈ കനാലുകളിൽ കിടക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞ പോരാ, അത് അത്രയ്ക്കും അഴുകിയത്. കാരണം സ്നെഗ്ഗി പിന്നെ പലതരത്തിലുള്ള. മറ്റത്തൂർ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി മാത്രമല്ല മേടിച്ചിരിക്കുന്നത്. ഒന്ന് പറയാമോ മാഡം? തീർച്ചയായിട്ടും. നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ വീക്കില് ഇന്ത്യയിൽ നിന്നും 9 പേരെയാണ് മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുത്തത്. അതില് ഒരാള് മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രതിനിധിയായി ഞാനാണ് അവിടെ പോയി പങ്കെടുത്തത്. അത് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം കൃത്യമായി ഇവിടെ വന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു അംഗീകാരം നേടി. ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് ഡൽഹിയിൽ ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ശബ്ദം അവിടെ വരുന്നത്. വുമൻ ഫ്രണ്ട്ലി ഏറ്റവും നല്ല സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നടപ്പിലാക്കിയ പഞ്ചായത്ത് നമ്മളെയാണ് തെരഞ്ഞെടുത്ത് ഡൽഹിയിൽ സെമിനാർ അവതരിപ്പിക്കാനായിട്ട് വിളിച്ചത്. ഇങ്ങനെയുള്ള പല അംഗീകാരങ്ങൾ നമ്മളെ തേടി. ഒരുപാട് പൈസ കൊടുക്കേണ്ട ദേശീയ അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ അദാനി അംബാനി ഒന്നും അല്ല. ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം കാണണമെങ്കിൽ ഞാൻ എന്റെ പ്രേക്ഷകരെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുമോ? തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളും നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകതകളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ പഞ്ചായത്ത്. ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നാട് മുഴുവൻ ഈ പറമ്പുകളും മുഴുവൻ മാലിന്യം കെട്ടിക്കിടക്കാന്നുള്ള യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറാണ്? ഒരേ സ്ഥലത്തിലാണ് അവർ പറയുന്നത്, ആർക്ക് വേണമെങ്കിലും മറ്റത്തൂർ പഞ്ചായത്തിന്റെ എവിടെ മുക്കിലും മൂലയിലും ഉറപ്പാണ്. മുക്കിലും മൂലയിലും വന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുന്ന പറമ്പുകൾ ഇവിടെ ഉണ്ടെങ്കിൽ പൊതുജീവിതം അവസാനിക്കാൻ വരെ തയ്യാറാണോ? തീർച്ചയായിട്ടും. കാരണം അത്രയും ദുഷ്പ്രചരണമാണ് ഈ പഞ്ചായത്തിനെ കുറിച്ച് നടക്കുന്നത്. ട്രോഫി കൈക്കൂലി കൈക്കൂലി കൊടുത്ത് മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാമീണ ജനതയെ തന്നെ അപമാനിക്കുക. തീർച്ചയായും സാധാരണക്കാരും കർഷകരും അടങ്ങുന്ന ജനവിഭാഗങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അവാർഡ് കൈക്കൂലി മേടിച്ച് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജനതയെ തന്നെ അപമാനിച്ചതിന് തുല്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളും പഞ്ചായത്തും എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട മറ്റത്തൂർ ജനതയുടെ വികാരമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് പ്രോമിസിംഗ് ആയിട്ട് കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന വളരെ വളരെ
ചെറുപ്പക്കാരിയായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ ആരോപണം സത്യമായിട്ടും ഇൻസൾട്ടിങ് ആണ്. ഏതൊരു കാര്യത്തിലും ആൾ അതിനെ കുറിച്ച് അറിഞ്ഞ് ആള് കറക്റ്റ് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാ. എന്തൊരു കാര്യം ഉണ്ടായാലും ആള് ഉഷാറായിട്ട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും അപ്പൊ നിങ്ങൾ തന്നെയാണ് പറയുന്നത് മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉപേക്ഷിച്ചിട്ടാണ് ഈ 5 വർഷമായിട്ട് ഓക്കെ. കാര്യം കൂടി പറയാനുണ്ട്. ജനങ്ങൾക്ക് കൂടി ഇപ്പൊ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൂടി അറിയാനുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ ജലാശയങ്ങളിലോ പൊതു ഇടങ്ങളിലോ മാലിന്യം വലിച്ചെറിയുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ പിഴ ഈടാക്കുന്നതിലെ 1/3 അവർക്ക് റിവാർഡായിട്ട് തുക. ഇവര് അത്ര ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിൽ അങ്ങനെ ഇല്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. മറ്റത്തൂർ ജനതയാണ് അപമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വരാം മറ്റത്തൂരിലേക്ക്. മറ്റത്തൂരിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കും. താങ്ക് യു എവരിവൺ. താങ്ക് യു.